ജീവിതം തന്നെ തകർത്ത ഉരുൾപൊട്ടലിന് പിന്നാലെയും ദുരന്തം വിട്ടൊഴിയാതെ ചൂരൽമല സ്വദേശിനി ശ്രുതി. വയനാട് ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തെയാകെ ദുരന്തം കവർന്നപ്പോൾ തനിച്ചായി പോയതാണ് ശ്രുതി. പക്ഷേ അപ്പോഴും വർഷങ്ങളായി പ്രണയിച്ച് വിവാഹം നിശ്ചയിച്ചിരുന്ന പ്രതിശ്രുത വരൻ ജെൻസൺ ശ്രുതിയെ ചേർത്ത് പിടിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു ആഘാതം കൂടി ഈ പെൺകുട്ടിയെ തേടി എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വയനാട് കൽപ്പറ്റ വെള്ളാരം കുന്നിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് ജെൻസൺ ഇപ്പോൾ. സ്വകാര്യ ബസ്സുമായി വാൻ കൂട്ടിയിടിക്കുകയായിരുന്നു. വാഹനാപകടത്തിൽ 9 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ ഉൾപ്പെട്ട ശ്രുതിയെയും ജെൻസനെയും കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും തലയ്ക്കു പരിക്കേറ്റ ജെൻസനെ അടിയന്തരമായി മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ജെൻസണിന് തലയ്ക്കും മുഖത്തുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. മുഖത്ത് പൊട്ടലുണ്ട്, കാലിന് ഒടിവുണ്ട്, ആന്തരിക രക്തസ്രാവമുണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു. ജെൻസന്റെ ആരോഗ്യസ്ഥിതി ആശങ്കാജനകമാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിലാണ് യുവാവുള്ളത്. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വെള്ളാരക്കുന്നിന് സമീപമായിരുന്നു അപകടം. ലക്കിടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ശ്രുതിയും കൂട്ടരും സഞ്ചരിച്ചിരുന്ന വാനും കോഴിക്കോട്ടു നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് വരികയായിരുന്ന ബട്ടർഫ്ലൈ എന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. കുടുംബത്തോടൊപ്പം കോഴിക്കോട്ടെ ബന്ധുവീട്ടിലേക്ക് പോവുകയായിരുന്നു ജെൻസനും ശ്രുതിയും. ശ്രുതിക്ക് കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ ശസ്ത്രക്രിയ നടന്നിരുന്നു. ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളടക്കമുള്ള കുടുംബാംഗങ്ങൾ നഷ്ടമായ ചൂരൽമല സ്വദേശികളായ ലാവണ്യ, ശ്രുതിയുടെ പ്രതിശ്രുത വരൻ അമ്പലവയൽ ആണ്ടൂർ സ്വദേശി ജെൻസൺ, ശ്രുതിയുടെയും ലാവണ്യയുടെയും ബന്ധുക്കളായ മാധവി, രത്നമ്മ, ആര്യ, അനിൽകുമാർ, അനൂപ് കുമാർ ഉൾപ്പെടെയുള്ളവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് വാനിൽ കുടുങ്ങിയവരെ കൽപ്പറ്റയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് വാൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ജെൻസനായിരുന്നു വാൻ ഓടിച്ചിരുന്നത്. ചൂരൽമലയിലെ സ്കൂൾ റോഡിലായിരുന്നു ശ്രുതിയുടെ വീട്. അച്ഛൻ ശിവാണ്ണനെയും അമ്മ സബിതയും അനിയത്തി ശ്രേയയും ഉരുളെടുത്തു. കുടുംബത്തിലെ 9 പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. കല്യാണ ആവശ്യത്തിനായി 4.5 ലക്ഷം രൂപയും 15 പവനും സ്വരുക്കൂട്ടിയിരുന്നു. അതും ഉരുളെടുത്തു. കോഴിക്കോട് ജോലി സ്ഥലത്തായതിനാൽ ശ്രുതി മാത്രം ജീവനോടെ രക്ഷപ്പെട്ടു. 10 വർഷമായി പ്രണയത്തിലാണ് ശ്രുതിയും ജെൻസനും. ദുരന്തത്തിന് 1 മാസം മുൻപായിരുന്നു ജെൻസനും ശ്രുതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത്. അതേ ദിവസം തന്നെയായിരുന്നു ശ്രുതിയുടെ പുതിയ വീടിന്റെ പാലുകാച്ചിലും. എന്നാൽ 1 മാസത്തിന് ശേഷം എല്ലാം സന്തോഷങ്ങളും തൂത്തുവാരിയാണ് ഉരുൾ ശ്രുതിയുടെ ജീവിതത്തിൽ ദുരന്തം വിധിച്ചത്. ദുരന്തത്തിന് ശേഷം പ്രതിശ്രുത വരൻ ജെൻസനാണ് ശ്രുതിക്ക് താങ്ങും തണലുമായി കൂടെ നിന്നത്. താൽക്കാലിക പുനരധിവാസത്തിൽ ശ്രുതി ഇപ്പോൾ മുണ്ടേരിയിലാണ് താമസം. ഡിസംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. ശിവണ്ണയുടെ സഹോദരൻ സിദ്ധരാജിന്റെയും ദിവ്യയുടെ മകളാണ് ലാവണ്യ. ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും സഹോദരൻ ലക്ഷ്വത് കൃഷ്ണയും ലാവണ്യക്ക് നഷ്ടമായി. പഠനത്തിനായി നവോദയ സ്കൂളിലായതിനാലാണ് ദുരന്തത്തിൽ നിന്നും ലാവണ്യ രക്ഷപ്പെട്ടത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.